മണമൊക്കെ ഉണ്ട്. നെയ്യൊക്കെ എടുത്ത് ഒത്തിരി മണച്ചിയാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാൻ കേട്ടോ. രാവിലെ 5 മണി കഴിയും. അപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് വേണ്ട പൊളിച്ച് പൊങ്ങിയിരിക്കുന്ന. അപ്പോൾ ദോശ ഉണ്ടാക്കണം, ചായ ഇടണം, ഈ പരിപാടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. പാത്തമ്മ രണ്ടിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? ഇതാ നോക്ക്, എൻ്റെ ദോശയുടെ മാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. കാരണം ഇതിനകത്തുള്ളൊരു സർപ്രൈസ് ഉണ്ട്, ഒരു ചെറിയ സർപ്രൈസ്. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് ദോശയ്ക്കുള്ള മാവ് നമ്മുടെ ദോശക്കല്ലിനകത്തേക്ക്, അതായത് പാനിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? വെളുപ്പാങ്കാലത്ത് 10 കൈ പോരാതെ മതിയാകും. കാരണം എന്തൊക്കെ ജോലികളാ, തിരക്കാ. ഒരു 6:30-7 മണി വരെ ഓട്ടത്തോടോട്ടമായിരിക്കും എല്ലാ വീട്ടമ്മമാർക്കും. കാരണം സ്കൂൾ തുറന്നതുകൊണ്ട് മക്കൾക്ക് ചോറ് കൊടുത്ത് വിടണം, കാപ്പിക്ക് ഒരുക്കണം, ഹസ്ബൻഡിനെ പറഞ്ഞു വിടണം, അതിൻ്റെയൊക്കെ തിരക്കാണല്ലേ. അപ്പോഴത്തേക്ക് എന്താ, നമ്മുടെ മസാല ബോക്സിനകത്തിലെ മസാലകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പാർത്ഥം വന്നിട്ട് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കണം, മസാല ഫില്ല് ചെയ്യണം, ഇവനോട് മറുപടി പറയണം. എൻ്റെ പൊന്നേ, ആകപ്പാടെ എന്തെങ്കിലും ഒന്ന് മറന്നു കഴിഞ്ഞാൽ ദോശ അവിടെ നിന്ന് കരിഞ്ഞു പോകും. അത് വേറൊരു കാര്യം. അപ്പോൾ അവൻ കൂടെ വന്നിട്ട് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവൻ എന്തോ കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നുണ്ട്, ദോശ എടുക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, രാവിലെ തന്നെ തിക്കും തിരക്കുമാണ്, നിന്ന് തിരിയാൻ പറ്റാത്ത പോലെ. പിന്നെ ഒരു കാര്യമാണ്, അവൻ കൂടെ വന്ന് എന്നെ സഹായിക്കും കേട്ടോ. പിന്നെ നമുക്ക് ചോറ് വൈകിട്ട് തന്നെ വെക്കുന്നത് കൊണ്ട് നമുക്ക് ചോറ് തിളപ്പിച്ചൂറ്റിയാൽ മതി കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അതാ നമ്മൾ മീൻ കറി വെക്കുന്നുണ്ട്. മീൻ കറിക്ക് വേണ്ടി അരപ്പും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി അടുപ്പേ ചെയ്തുകൊണ്ട് ഇതാ ഉണ്ടമുളകാണ് കേട്ടോ. ഇത് നല്ല എരിയും നല്ല മണം, ഒരു പ്രത്യേക പാലിൻ്റെ മണമുള്ള ഉണ്ടമുളകുണ്ടല്ലോ, ആ മുളകാണ് ഇത് കേട്ടോ. നാടൻ മുളകാണ്. അപ്പോൾ അത് ഞാൻ അരിഞ്ഞിട്ടിട്ട് നമ്മൾ മീൻ കറിക്കുള്ളത് അടുപ്പേ വെച്ചിട്ടുണ്ട്. മീൻ കഷ്ണം പറക്കിയിട്ടു. അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പം പിന്നെ അതാ നമ്മുടെ ചായ. അത് ഇച്ചിരി നേരം വെളുത്തിട്ടാണ് ഞാൻ ചായ വെക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാവരും ഉറക്കത്തിൽ നിന്നിട്ട് വരത്തുള്ളൂ. പാർത്തിന് പിന്നെ വെളുപ്പിനെ ചായ വേണ്ട. എന്നിട്ട് പിന്നെ എല്ലാവരും എണീറ്റ് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ചായ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ചായയൊക്കെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് അണ്ണൻ കുളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ. പിന്നെ പാർത്തമോനും കഴിച്ചിട്ട് പോകണം. അപ്പോൾ ദോശയ്ക്കുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കി എന്ത് ചെയ്യാം, മഴ കാരണം ആൾ കുളിയൊക്കെ കഴിഞ്ഞ് പത്രപാരായണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ മഴ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർത്തനൊരു കുടയൊക്കെ എടുത്ത് കുടയും ചൂടി മുറ്റത്തൊക്കെ നടക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ടുകൊണ്ടാണ് ഈ കുട ഇങ്ങനെ മറച്ച് വെച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഭക്ഷണങ്ങൾ കാണിക്കാന്നാണ്ട്, നമുക്ക് തോരനുണ്ട്, മീൻ വറുത്തതുണ്ട്, ഉള്ളിത്തോരനായിരുന്നു കേട്ടോ. മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ നമ്മുടെ ചോറ്, ദോശ, പിന്നെ ചമ്മന്തിക്കറി. ഇത്രയും സംഭവങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പാർത്തമ്മൻ ഒരു റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് പോയി. പിന്നെ മഴ ആയതുകൊണ്ട് അണ്ണന് ജോലിയില്ലായിരുന്നു. അപ്പോൾ അവരുടെ സൈറ്റിലെ ആൾക്കാർ മഴയായതുകൊണ്ട് ജോലിക്ക് നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആൾ പോയില്ല, വീട്ടിലുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അടുക്കളയിൽ അറിയാമല്ലോ, നമ്മുടെ പാചകം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള, എല്ലാ വീട്ടിലും കാണുന്ന സ്ഥിരം പരിപാടി തന്നെ ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ദാ അവിടെയൊക്കെ ആ സിങ്കിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ദാ വീണ്ടും നമുക്ക് മഴയായിരുന്നു, നല്ല മഴ അടുത്തത് പെയ്തു. മഴ പെയ്ത് തോർന്നു. രാവിലെ ഇതാ വിളക്കൊക്കെ വെച്ചിട്ട് പാർത്തമ്മോൻ സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ മുറ്റത്തൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളുടെ മുറ്റത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, കരിമ്പായൽ പിടിച്ച് കിടക്കൊണ്ട് തെന്നി അടിച്ച് വീഴും. കഴിഞ്ഞ ഒരു ദിവസം പാർത്തമ്മ വീണതേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് കുടംപുളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ അത് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഇരുന്ന് അതിൻ്റെ അരിയൊക്കെ എടുക്കാമെന്ന് കരുതി. ഈ കുടംപുളി എടുക്കുകയും കുടംപുളിയുടെ മണവും ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഞാൻ താമസിച്ചിരുന്നത് മലനടയിലല്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ദൂരെ ഞങ്ങൾക്ക് വേറെ വസ്തു ഉണ്ടായിരുന്നു, അവിടെ വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഒരു കുഞ്ഞൊരു വീടുണ്ടായിരുന്നു, ഒരു ഓലപ്പര. അതിൻ്റെ മുന്നിലൊരു തൊഴുത്തും ഒരു പശു, പുള്ളി പശു കേട്ടോ. അവിടെ പേര് അമ്മിണി എന്നായിരുന്നു. അമ്മിണി,
പിന്നെ ഞങ്ങൾക്കൊരു പട്ടി, ഒരു പൂച്ച, കോഴിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വലിയൊരു കുടംപുളി മരം ഉണ്ടായിരുന്നു കേട്ടോ. നിറച്ച് കുടംപുളി പിടിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് നടന്ന് വീഴുമ്പോഴെല്ലാം ഇങ്ങനെ പറക്കി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോഴും എനിക്ക് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു പഴയ ഓർമ്മ, ഞാൻ കൊച്ചു കുട്ടിയുടെ ആ ഒരു രീതിയിലോട്ട് എനിക്ക് പോയായിരുന്നു. സത്യമായിട്ട് അത് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയായിരുന്നു അന്നേരത്തെ ആ ഒരു രീതിയിലേക്ക്. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നൊസ്റ്റാൾജി അടിക്കുമെന്ന്. ആൾക്കാർക്ക് ഇത് വേണമെന്നുണ്ടെ റെസിപ്പി കമന്റ് ചെയ്യാൻ പറയണം. പാർത്തൻ എനിക്ക് ഉണ്ടാക്കിയ അലുവയാണ്. അപ്പൊ നിങ്ങള്, പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, നോക്കണം എങ്ങനെയുണ്ടെന്ന്. നല്ല മണമൊക്കെ ഉണ്ട്. നെയ്യൊക്കെ എടുത്ത് ഒത്തിരി മറച്ചിയാ തോന്നുന്നു, ഒത്തിരി ഒക്കെ മറച്ചെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യണം. റെസിപ്പി വേണമെന്നുള്ളൊരു കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ, ഞാൻ എൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാം. പിന്നെ നമ്മുടെ ഉച്ചയ്ക്ക് പൊട്ടിച്ച പുളി താണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ കമത്തി വെച്ചേക്കുവാണ്. പിന്നെ പാർത്ത മോൻ ഇന്ന് നേരത്തെ ഉറങ്ങി കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും താമസിച്ച് ഉറങ്ങുന്ന വ്യക്തിയാണ്, ഇന്ന് നേരത്തെ ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അടങ്ങിയ നമ്മുടെ ഈ കൊച്ചു ഡയറി ഇവിടെ വെച്ച് ഡയറിയിലെ താളുകൾ മടക്കിയാലോ? അപ്പോ ഇന്നത്തെ എൻ്റെ ഡയറിയിൽ അടക്കിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് എൻ്റെ പുതിയ ഡയറിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, കീപ് സ്മൈലിംഗ്, താങ്ക്സ് ഫോർ വാച്ചിങ്.